അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ കഴിഞ്ഞ 1-2 മാസം, ആക്ച്വലി ഒരു 3-4 മാസത്തിൻ്റെ ഇടയ്ക്ക് വളരെ റെയറായിട്ട് വീഡിയോസ് ഇടുന്നതാണ്. ഞാൻ പറയാറുണ്ട്, എൻ്റെ ഡിപ്രഷൻ സ്റ്റോറിയെ കുറിച്ച് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലക്ക് ഈ ഒരു അവസ്ഥ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഐഷാക്ക് ഇപ്പോൾ ഇതിങ്ങനെ നീ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അല്ലേ, തെറാപ്പിസ്റ്റ് അല്ലേ, എന്നിട്ട് നിനക്ക് തന്നെ ഇത് വന്നോ, അതായത് കുറുന്തോട്ടിക്ക് വാദം അങ്ങനെയൊക്കെ ചോദിക്കുന്ന പോലെ ഡോക്ടേഴ്സിന് ഒരു അസുഖം വരുന്ന പോലെ ഇത് നിങ്ങൾക്ക് തന്നെ വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ മുന്നേ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓള് ഒരു ഡിവോഴ്സ് ആയ സമയത്ത് ഓളുടെ ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു അത്ര, ഇതേപോലെ നീ ഒരു ഫാമിലി കൗൺസിലർ അല്ലേ, എന്നിട്ട് നീ എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്തെന്നുള്ളത്. നമ്മൾ ഡോക്ടർമാർക്ക് അസുഖം വരുന്ന പോലെ തന്നെ സൈക്കാട്രിസ്റ്റുകൾക്ക് അസുഖം വരാറുണ്ട്, കൗൺസിലേഴ്സിനും അസുഖം വരാറുണ്ട്. ഇപ്പം എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് പോയിട്ടില്ല. എനിക്ക് കൗൺസിലിങ്സും തെറാപ്പികളും കൊണ്ട് തന്നെ റിക്കവർ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് അൽഹംദുലില്ലാ ഈ ഒരു മൊമെന്റ് വരെ ഞാൻ നിൽക്കുന്നത്. അപ്പം എനിക്ക് പോയിട്ട് ഇനി കുറേ മെഡിസിൻസ് എടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാനിപ്പോൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹയർ. ഇതെനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായത്, അതായത് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനത് തിരിച്ചറിഞ്ഞത് ഞാനൊരു കൗൺസിലർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡിപ്രഷനെ കുറിച്ചും അതുപോലെ തന്നെ പാനിക് അറ്റാക്കിനെ കുറിച്ചിട്ടാണ്. ഇത് രണ്ടും ഞാനിപ്പം റീസെൻ്റ്ലി കൂടെ ഗോ ത്രൂ ചെയ്ത് വന്നിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ വിത്തൗട്ട് എനി റീസൺ കുറച്ച് സങ്കടം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡിപ്രഷൻ ആണെന്നുള്ളതാണ്. നമുക്ക് കുറച്ച് സങ്കടം ഉണ്ടാവുമ്പോൾ അതെല്ലാതും നമുക്ക് കൊണ്ടുപോയി ഡിപ്രഷനിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ജനറൽ ആയിട്ട് കുറച്ച് സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക, നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന മൊമെന്റ്സ് ഉണ്ടാവും, നമ്മൾ ചിരിക്കുന്നുണ്ടാവും, ബട്ട് വെരി ഫ്യൂ സെക്കൻഡ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ സങ്കടം കൊണ്ടുവന്ന് വരും. പിന്നെ അതേപോലെ നമുക്ക് കൂടുതൽ ഫുഡിനോടുള്ള ക്രേവിങ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ തീരെ ഫുഡ് വേണ്ടാന്ന് തോന്നാം. ചിലരെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ട് ഉറങ്ങുക, എപ്പോഴും കിടന്നുറങ്ങുക, അല്ലെങ്കിൽ തീരെ ഉറങ്ങണ്ടെന്ന് തോന്നുക. അതേപോലെ തന്നെ ബോഡിയിൽ വെയിറ്റ് കൂടുക, അതുപോലെ തന്നെ അത് ബോഡിക്ക് മനസ്സിന് ഒരുപോലെ ഒരു കനം ഫീൽ ചെയ്യുക. ഇങ്ങനെ കുറേ സിംറ്റംസ് ഉണ്ട് ഡിപ്രഷനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മരിക്കാൻ തോന്നുക, ഞാൻ ഇതൊക്കെയും സഹിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ മരിച്ചു പോകുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയാൽ കുറച്ചും കൂടി ഈസിയാണ്, അങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തുടരെ ഒരു 2 ആഴ്ചൻ്റെ മേലെയൊക്കെ ഇതിങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിപ്രഷൻ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ കൊണ്ട്, അല്ലെങ്കിൽ തെറാപ്പികൾ കൊണ്ട്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്, ജേർണൽ ചെയ്തുകൊണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടത് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ് കേട്ടോ. ഞാനത് ചെയ്യാത്ത എന്താ വെച്ചാൽ എൻ്റെ ചുറ്റോടുള്ളതൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ സൈക്കാട്രിസ്റ്റുകളും കൗൺസിലേഴ്സും തെറാപ്പിസ്റ്റും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പ്രോപ്പറായിട്ട് വേറൊരു സിറ്റിംഗ് ആയിട്ട് അങ്ങനെ പോകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള സാറുമാർ നമ്മുടെ കൂടെ ഉണ്ട്, അതേപോലെ നമ്മുടെ ഗുരുതുല്യരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എല്ലാവരും നിന്ന് എനിക്ക് ഹെൽപ്പ് കിട്ടുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരിക്കുന്നത്. സോ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല, നിനക്ക് എല്ലാം തികഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്, നല്ല കെട്ടിയവനെ കിട്ടിയിട്ടുണ്ട്, നല്ല എന്താ പറയുക മക്കളുണ്ട്, അമ്മായിയമ്മ അടിപൊളിയാണ്, നിനക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമില്ല, നിനക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറാണ്, ഇജാതി വർത്തനം കൊണ്ടൊന്നും നിങ്ങൾ പോകരുത്. കാരണം എല്ലായ്പ്പോഴും ഡിപ്രഷൻ എന്ന് പറയുന്നത് ഓരോ റീസൺ കൊണ്ട് വരുന്നതല്ല. ചിലർക്കത് പാരമ്പര്യമായിട്ട് വരാം, ചിലപ്പോൾ അത് തനിയെ വരാം, ചിലർക്ക് ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ട് വരാം. ഇവർ ബാല്യകാലത്തിൽ ഇവർ ഓർക്കാത്ത സമയത്തൊക്കെ, ഇല്ലെങ്കിൽ ഇവർക്ക് ഓർമ്മ ഉറക്കാത്ത സമയത്തൊക്കെ ഇവരുടെ ലൈഫിൽ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല, ഇവൻ അവർക്ക് പോലും അറിയില്ല. പക്ഷെ ആ ഒരു ട്രോമ കൊണ്ടായിരിക്കാം ഇവർക്ക് ഇപ്പൊ ഡിപ്രഷൻ ട്രിഗർ ആവുന്നുണ്ടാവുക. അപ്പൊ ഇതൊക്കെ കണക്റ്റഡ് ആണ്, ഇതൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ക്രൗഡിനെ ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയ കാലം മറന്നു. ഞാനിങ്ങനെ ഒതുങ്ങി നിൽക്കുക, എന്താ നിനക്ക് പറ്റിയത്, നീ എന്താ പഴയ പോലെ അല്ലാത്ത, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുക. അപ്പം ഇതിൽ വലിയ രസം എന്താ വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായി, നല്ലപോലെ പാനിക് അറ്റാക്ക് ഉണ്ടായിട്ട്. പാനിക് അറ്റാക്കിന്റെ സിംറ്റംസ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, നെഞ്ഞുവേദന ഉണ്ടാവും, ശ്വാസം മുട്ടും, ശ്വാസം തീരെ കിട്ടാത്ത പോലെ ഉണ്ടാവും, തലയ്ക്ക് ഗിഡ്ഡിനെസ് ഉണ്ടാവും, നമ്മൾ ഏതോ മരിക്കാൻ പോവാണ് തോന്നും, ചിലർക്ക് കൊക്കയിലോട്ട് വീഴുന്ന പോലെ തോന്നും, നമുക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് ഇരുട്ട് കാണുമ്പോൾ പാനിക് അറ്റാക്ക് ഉണ്ടാവും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു റീസണും ഇല്ലാണ്ട് വരെ നമുക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവും. എനിക്ക് പറഞ്ഞാൽ കുഞ്ഞു സാധനങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്താണ് പാനിക് അറ്റാക്ക് വരും. അപ്പം ഞാൻ ഇതിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ പാനിക് അറ്റാക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഡീപ് ബ്രെത്ത് എടുക്കും. പിന്നെ 5 ഐറ്റംസിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, 5 ഐറ്റംസ് ചുറ്റോടുള്ള 5 ഐറ്റംസിൽ ഫോക്കസ് ചെയ്യും. അതിലൊരു 4 ഐറ്റംസിനെ ടച്ച് ചെയ്യും. ഇവൻ ഇപ്പോൾ തൊട്ടടുത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ കൈ, അതേപോലെ അയാളുടെ ഡ്രസ്സ്, അങ്ങനെ അയാളുടെ ഹെയർ, അങ്ങനെ ഒരു 4 ഐറ്റംസ് എങ്കിലും നമ്മൾ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 3 ഐറ്റം എങ്കിലും നമ്മൾ സ്മെല്ല് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ പതിയെ ഞാൻ പാനിക് അറ്റാക്കിൻ്റെ ആ ഒരു സിംറ്റംസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അത് ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും
ഇത് ഒരു പോസിബിൾ ആണെങ്കിൽ നോക്കുക. അപ്പോൾ അതിൻ്റെ സിവിയർ ആയിട്ട് വരുമ്പോഴൊന്നും നമ്മുടെ കയ്യിലൊന്നും നിൽക്കൂല. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം പാനിക് അറ്റാക്ക് അതിൻ്റെ ഡെപ്തിൽ വന്ന സമയത്തൊന്നും എൻ്റെ കയ്യിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മൊബൈലൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു ഭാഗത്ത് ചുരുണ്ട് കൂടി ഏങ്ങലടിച്ച് അങ്ങനെ നിൽക്കായിരുന്നു. അപ്പം ഞാനിത് എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം, അതായത് നമ്മൾ പൊതുവേ ദീനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറേ, അള്ളാഹുലോട്ട് അടുപ്പിക്കുന്ന കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പം ഞാൻ അവരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് സുന്നികളും മുജാഹിദീങ്ങളും ജമാഅത്ത് ഇസ്ലാമികളും എല്ലാവരും സ്റ്റോക്ക് ആയതുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫ്രണ്ട് കോൾ ചെയ്തു കേട്ടോ. അപ്പോൾ ആക്ച്വലി എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായ കാര്യമൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഈ സുന്നി കാറ്റഗറിയിൽ പെടുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒരുപാട് യഥാർത്ഥ ദീനിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ച് പോയി, അപ്പോൾ അതിൻ്റെയൊക്കെ കൊണ്ട് പഠിച്ചതിൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരു പരീക്ഷണമാവാം മേ ബി, പിന്നെ ഇന്ന സ്ഥലത്ത് ഉസ്താദുമാരുണ്ട്, അവരുടെ അടുത്ത് നീ പറയുകയാണെങ്കിൽ അവർ ചിലപ്പം നിനക്കൊരു ചെറുട് ഊതി കെട്ടിത്തരും. അപ്പോൾ അങ്ങനെ കെട്ടിത്തരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാനിക് അറ്റാക്ക് കാര്യങ്ങൾ ഇപ്പം ഉണ്ടായിട്ടുള്ള സെറ്റ് ബാക്സ്. പിന്നെ മെയിനായിട്ട് എന്താ വെച്ചാൽ ഞാൻ അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത് വെരി ഫസ്റ്റ് വീക്ക് മുതൽക്കാണ് എൻ്റെ അധപതനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പേരിൽ ആർക്കെങ്കിലും കണ്ണൊക്കെ ഉണ്ടായിട്ടുള്ളതുകൊണ്ടായിരിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെൻ്റെ അടുത്ത് ഉസ്താദിൻ്റെ അടുത്ത് പോവുക, ചെറുട് കെട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ടല്ല, എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമ ട്രിഗർ ആയതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് അതിന് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ച കാര്യങ്ങൾ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ചുറ്റൂടുള്ളതൊക്കെ ഈ പറയുന്ന പോലെ കൗൺസിലേഴ്സും തെറാപ്പിസ്റ്റുകളും അതേപോലെ സൈക്കാട്രിസ്റ്റുകളും ഒക്കെയാണ്. സോ അതിനൊരു പരിഹാരം ഉണ്ടാവും, എനിക്ക് ചെറുട് വേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് അത് അവരേനെ ഭയങ്കരമായിട്ട് അലോസരപ്പെടുത്തുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് മറ്റു വിഭാഗക്കാരിൽ വരുന്നത്. അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി യഥാർത്ഥ ദീനിലോട്ട്, അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത് ഷിർക്ക് അല്ലെങ്കിൽ മറ്റേ പടച്ചവനിലിട്ട് മാത്രം ചോദിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഉസ്താദുമാരുടെ കാറ്റഗറിയോ അല്ലെങ്കിൽ തങ്ങന്മാരോ അല്ലെങ്കിൽ മക്കാമുകളോ അല്ലെങ്കിൽ മജ്ലിസിനൂറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു കാറ്റഗറിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ പറയുന്നത് അതിൽ നിന്നൊക്കെ വിട്ടിട്ട് അള്ളാഹുലോട്ട് മാത്രം അടുക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ വായോ, തഫ്സീർ പഠിക്ക്, ഖുറാൻ പഠിക്ക്, ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക, അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിൻ്റെ വൈയായിക മാറും എന്നുള്ളൊരു രീതിയിൽ അവർ പറയും. പക്ഷേ ഇത് രണ്ട് കൂട്ടരും പറയുന്നത് ഭയങ്കര ഹാർഷായിട്ടാണ്. നീ അങ്ങനെയല്ല, ഇതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റ്, ഞാൻ ഏത് സിസ്റ്റത്തിലൂടെയാണ് പഠിച്ചവനെ വിളിക്കേണ്ടത്, ഇതൊന്നും തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേ അല്ല ഞാൻ. എനിക്ക് ഇരുട്ടാകുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ മരിക്കുന്ന പോലെയൊക്കെ പെയിൻ ആയിക്കൊണ്ടിരിക്കുക, പേടിച്ചുകൊണ്ടിരിക്കുക. എക്സാക്ട്ലി അള്ള പറഞ്ഞിട്ടുള്ള വേറൊരു സംഭവം കൂടെ ഉണ്ട്, നമ്മുടെ മനസ്സ് ഓക്കെ ആണെങ്കിലാണ് ഇതിൽ ഏതെങ്കിലും ഒരു വേ, ഏത് ശരി ഏത് തെറ്റെന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു വേ പോലും നമ്മൾക്ക് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ടതുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പം അത് എൻ്റെ അടുത്ത് വേറൊരു ദീനി സ്നേഹി പറഞ്ഞതെന്നാണ് കേട്ടോ. മാഷാ അല്ലാ, അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അറ്റ്ലീസ്റ്റ് നീ ആദ്യം നിൻ്റെ മൈൻഡിനെ ഓക്കെ ആക്കാൻ നോക്ക്, അതിന് ശേഷം മതി ഏതാ ശരി ഏതാ തെറ്റ്, ഏതിൻ്റെ പിന്നാലെ പോകണ്ടേ അങ്ങനെയൊക്കെ നോക്കാന്നുള്ളത്. ഇപ്പം ഇത് എൻ്റെ പേഴ്സണൽ കണ്ടീഷൻ ഇങ്ങനെയാണെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഞാൻ റിലേറ്റീവ്സിൻ്റെ പരിപാടിക്ക് പോകാറില്ല, ആരുടെക്കും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഞാനിങ്ങനെ എസ്കേപ്പ് ആക്കും. കാരണം പോയി കഴിഞ്ഞാൽ ഇനി അവരെ എൻ്റെ അടുത്ത് എന്തെങ്കിലും, ഇപ്പം നീ എന്താ ഇതുവരെ വരാത്ത, അക്കാഡമി എങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ നിൻ്റെ പരിപാടികൾ എന്താ ഇങ്ങനെ, നീ പരിപാടിക്ക് പോകുന്നുണ്ട്, അങ്ങനെ എന്നെ അറിയുന്ന ആളുകളായിട്ടുള്ള കംപ്ലീറ്റ് കോൺടാക്ട്സ് ഉണ്ടല്ലോ, ഞാൻ ബ്രേക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആരുമായിട്ട് അധികം സംസാരിക്കാറില്ല. ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ എന്താ വിശേഷം, സുഖമല്ലേ, ഓക്കെ, കഴിഞ്ഞു. അതല്ലാണ്ട് ഒരു ഫംഗ്ഷൻസിന് പോകാറില്ല. കാരണം ആരെങ്കിലും എന്തെങ്കിലും എന്നെ ട്രിഗർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് എനിക്ക് വല്ല പാനിക് അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ കണ്ടീഷൻ വളരെ വേസ്റ്റ് ആയിരിക്കും. എനിക്കത് പുറത്ത് കാണിക്കേണ്ട എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒരു 3-4-5 മാസങ്ങളായിട്ട് ഞാൻ എവിടെയും ആരുമായിട്ടും കണക്റ്റഡ് അല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണുന്ന ആൾക്കാരോടാണ് പറയുന്നത്, എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടിട്ട് പൂജിച്ച് ഒരു ചരട് കെട്ടിക്കൊടുത്താൽ പാനിക് അറ്റാക്ക് മാറില്ല. മേ ബി അവരുടെ ഉള്ളിൽ അങ്ങനെ മാത്രം വിശ്വാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാറുമായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. ശരീരത്തിന് വരുന്നൊരു അസുഖം പോലെ തന്നെ മനസ്സിനും കുറേ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ബോഡി പെയിൻ വരും, അല്ലെങ്കിൽ പനി വരും, അല്ലെങ്കിൽ തലവേദന വരും. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കാറില്ലല്ലോ. ചിലർ പറയുന്നുണ്ടാവും, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇപ്പം എന്തിനാ തെറാപ്പി എടുക്കാൻ പോയേ, ഞങ്ങളൊക്കെ അതൊക്കെ എഗെയിൻസ്റ്റ് ആണ്, തെറാപ്പി എടുത്തോണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്. ആക്ച്വലി ഇതിപ്പം എനിക്ക് തെറാപ്പി എടുത്തതുകൊണ്ട് എൻ്റെ പാനിക് അറ്റാക്കിൻ്റെ റീസൺ എനിക്കറിയാം, എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയാണെന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് റീസൺ അറിയാഞ്ഞിട്ട് തന്നെ ഞാനിങ്ങനെ പാനിക് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം എന്തായിരിക്കും കാരണം ഉണ്ടാവുക? അപ്പോൾ ഒന്നല്ലെങ്കിൽ മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പാൻ്റെ കണ്ടിട്ട് ഞാൻ പേടിച്ചതാണെന്ന് പറയും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഉമ്മിച്ച് മരണപ്പെട്ടതിൻ്റെ ട്രോമ എനിക്ക് വീണ്ടും ട്രിഗർ ചെയ്ത് വന്നതാന്ന് പറയും. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ വല്ല ജിന്നോ വല്ല മലക്കോ വല്ല പിശാചോ എന്തിൻ്റെങ്കിലുമൊക്കെ തലയിൽ കെട്ടി വെച്ചിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എക്സാക്റ്റ് കാരണം എന്താണെന്നുള്ളത് സയൻറ്റിഫിക്കലി നമുക്കറിയാം, അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയാം.
ഇൻഷാല്ലാ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ നമ്മളതൊന്ന് പുറത്ത് തരും. നമുക്കൊരു ഫോബിയ അല്ലെങ്കിൽ ഒരു ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു ആങ്സൈറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നുള്ളി എടുത്തുകൊണ്ട് പുറത്ത് കളയുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ സാധനങ്ങൾ മതിയാവും. അപ്പം ആരും ഒട്ടും പ്രതീക്ഷിക്കാതെ പറയുന്ന കുഞ്ഞ് ഐറ്റംസൊക്കെ ആയിരിക്കും നമ്മളെ ഇങ്ങനെ കത്തി കൊണ്ട് കുത്തുന്ന പോലെ ഉള്ളിലോട്ട് കൊള്ളുക. അപ്പം അതൊക്കെ കാരണം കൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ കോൺടാക്ട്സ് നിന്നൊക്കെ ബ്രേക്ക് എടുത്ത് മാത്രമല്ല നമ്മൾ പൊട്ടിത്തെറിക്കും. ഞാനൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്തോ അല്ലെങ്കിൽ ഉമ്മാടെ അടുത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ അത് കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും അവയർഡ് ആയതുകൊണ്ടാണ് എനിക്ക് അവരുടെ അടുത്തൊന്നും ഇത് കാണിക്കേണ്ട ഒരു ഗതികേട് വരാതിരുന്നത്. കാരണം എൻ്റെ പാനിക് അറ്റാക്ക് ഉണ്ടായത് എൻ്റെ കയ്യിൽ നിന്ന് മീറി ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വീട്ടുകാർ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും എൻ്റെ മാക്സിമം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പോലെ കുറേ വീട്ടമ്മമാരുണ്ടാവും, മക്കളുണ്ട്, അവരുടെ അടുത്ത് കാണിക്കാൻ പറ്റില്ല, ഹസ്ബൻഡ് ഉണ്ട്, ഫാമിലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാനുള്ളതുകൊണ്ട് ഇവരുടെ അടുത്ത് കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഒതുക്കി അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് പോലും പറയാതെ ഒതുക്കി സപ്രസ്ഡ് ആയിട്ട് ചിലപ്പോൾ ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ കാലുവേദന ആയിട്ടോ തലവേദന ആയിട്ടോ അല്ലെങ്കിൽ മേലുവേദന ആയിട്ടൊക്കെ ആയിരിക്കും അവരിത് പറയുന്നുണ്ടാവും. എനിക്ക് ഇന്നടത്ത് വേദനയാണ്, ഇന്ന വേദനയാണെന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ എക്സാക്റ്റ് കാരണം എന്ന് പറയുന്നത് അവരുടെ ഡിപ്രഷൻ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ആങ്സൈറ്റി ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഇപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഒരു റീസൺ അറിയുന്നില്ല. എനിക്ക് പാനിക് അറ്റാക്ക് വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്താ ശ്വാസം കിട്ടാത്ത, നിനക്ക് നെഞ്ഞു വേദനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ. അപ്പം ഞാൻ തന്നെ അവനോട് പറയുന്നുണ്ടായിരുന്നു ടൈം എടുക്കും, പക്ഷേ ഞാൻ ഓക്കെ ആവും, ഞാൻ റെഡി ആവും, അതിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിൽ പോവേണ്ടെന്ന് ഇഷ്യൂ അല്ല, ഇറ്റ് വിൽ ടേക്ക് ടൈം, കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ ഓക്കെ ആവും, നീ ഒന്ന് സമാധാനിക്ക്, അങ്ങനെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഇതേ സാധനം എനിക്കിതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ വിചാരിക്കുക വെച്ചാൽ എനിക്ക് അറ്റാക്ക് വന്നു, ഞാൻ മരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ എന്നെ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഞാൻ അങ്ങനെയാണ് തിങ്ക് ചെയ്യുക. അപ്പോൾ എനിക്കറിയാം എനിക്ക് വരുന്നത് പാനിക് അറ്റാക്കാണ്, ശ്വാസം പോവും, നെഞ്ഞു വേദനിക്കും, ഞാൻ മരിക്കാൻ പോണ പോലെ എനിക്ക് തോന്നും, പക്ഷെ എനിക്കൊന്നും പറ്റില്ല എന്നുള്ള കാര്യം കുറച്ച് സെക്കൻഡ്സിന് ശേഷം എനിക്ക് എൻ്റെ കോൺഷ്യസ് മൈൻഡ് വരുമ്പോൾ തന്നെ എനിക്കത് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ പിന്നീട് നെഞ്ഞുവേദന ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ വണ്ടി എടുത്ത് പുറത്ത് പോകും, ശ്വാസം എടുക്കാൻ പറ്റുമെന്ന് അതിൻ്റെ മാക്സിമം ബ്രെത്ത് ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഓക്കെ ആക്കി കൊണ്ടുവരിക ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ചെയ്യാൻ മാത്രം എൻ്റെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് മുന്നേ ഞാനൊരു ഡിപ്രഷൻ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നുള്ള കഥയൊക്കെ. അപ്പോൾ പാസ്റ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. അപ്പം ഇതുപോലെയൊക്കെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് തോന്നുന്നുണ്ടാവും, എന്നാലും ഇത് കാണുന്ന ഈ ഒരു അവസ്ഥയിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുള്ള ഒരിക്കലെങ്കിലും ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഞാൻ ഈ പറയുന്ന സാധനം കണക്റ്റ് ആവുള്ളൂ. പലരും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ചങ്കി കൊള്ളുന്നൊരു വാക്ക്. എൻ്റെ അടുത്ത് അൽഹംദുലില്ലാ അന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ പറയുമെന്ന് തോന്നുന്ന ആൾക്കാരുടെ പരിസരത്ത് കൂടെ പോലും ഞാൻ പോയിട്ടില്ല. എന്നെ അത്രയും അറിയുന്ന ആൾക്കാരുടെ കൂടെ മാത്രമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ആരെങ്കിലും പറയും അവൾക്ക് മാത്രമല്ല ആ പ്രോബ്ലം ഉള്ളൂ, കുറേയൊക്കെ കാണിച്ചു കൂട്ടുകയാണ് എന്നുള്ളൊരു സാധനം. അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനെന്നല്ല, ഡിപ്രഷൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആങ്സൈറ്റി അനുഭവിക്കുന്ന ഓരോ ആൾക്കാരും അവരുടെ മാക്സിമം അത് മറ്റൊരാളെ അറിയിക്കാതിരിക്കാൻ നോക്കുന്ന ആൾക്കാരായിരിക്കും. അത് കാരണം കൊണ്ട് വേറൊരാൾ ബുദ്ധിമുട്ടരുതെന്ന് കരുതുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അത്രയും അവർ ഹോൾഡ് ചെയ്ത് വെച്ച് സപ്രസ് ചെയ്ത് വെച്ചിട്ട് അവസാനമാണ് ഇത് പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടാവുക. അതായത് ഉറക്കൊന്ന് ഞെട്ടുക, നമ്മുടെ ബ്രെയിനെ ഒന്നായിട്ട് റീകളക്ട് ചെയ്തിട്ട്, അതായത് നമുക്ക് ഓക്കെ അല്ലാത്ത കുറേ മെമ്മറീസിൻ്റെ ഒരു ഫ്രാക്ഷൻ, ഒരു രൂപം ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബ്രെയിന് ട്രൈ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ കുഴിയിലോട്ട് പോകുന്ന പോലെ കൊക്കയിലോട്ട് പോകുന്ന പോലെയൊക്കെ തോന്നിയിട്ട് നമ്മൾ അങ്ങനത്തെയൊക്കെ സ്വപ്നം കണ്ട് നമ്മൾ ഞെട്ടണേ. അപ്പം ഇങ്ങനെ ഞെട്ടുന്ന പരിപാടി ഉണ്ടാവും. നമ്മുടെ ഉറക്കം കംപ്ലീറ്റ്ലി പോകും, ഊണുമില്ല ഉറക്കം ഇല്ലാതിരിക്കുമ്പോഴും നമ്മൾ ഉറങ്ങിയ പോലെ കണ്ണടച്ച് കിടക്കും. അതായത് നേരം വെളുക്കുന്നവരെ ഉറങ്ങിയ പോലെ കണ്ണടച്ച് കിടന്നിട്ട് ഓക്കെ ഞാൻ ഉറങ്ങി എന്ന് മറ്റുള്ളവർ വിചാരിച്ചോട്ടെ, അവർ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവും ഈ പറയുന്ന ഓരോരുത്തരും. ഈവൻ സൂയിസൈഡ് തോട്ട് ഉണ്ടായിട്ട് പോലും അതുപോലും മറ്റുള്ളവരെ അറിയിക്കാതെ ഹോൾഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് ഡിപ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ആങ്സൈറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്കൊന്നെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുക, ഇനി അതല്ലെങ്കിൽ നല്ലൊരു കൗൺസിലറെ കാണിച്ചെടുക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് കേട്ടിരിക്കെങ്കിലും ചെയ്യുക. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. നിനക്ക് എല്ലാം തികഞ്ഞുകൊണ്ടാണ്, നിനക്ക് എല്ലാം ഉണ്ടായതുകൊണ്ടാണ്, നീ ഇപ്പം എന്തിനാ ഇങ്ങനെ ഇതാവുന്നത്, അല്ലെങ്കിൽ അത് അള്ളാൻ്റെ ക്ഷാപാണ്, അവിടെ പോയാൽ ചരട് കെട്ടുക, ഇവിടെ പോയാൽ മന്ത്രം ചൊല്ലിത്തരും, ഈ ജാതി ഐറ്റംസ് ഒന്നും നിങ്ങൾ കൊടുക്കാതിരിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കേട്ടിരിക്കുക. അവർ തന്നെ പറയും അവരുടെ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻ എന്താ വേണ്ടതെന്ന്. അവർ മേ ബി പറയുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലായിരിക്കാം, അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഇനി അവർ പറയുന്നത് കൗൺസിലറെ ആയിരിക്കും, അപ്പോൾ കൗൺസിലറെ കാണിക്കുക. ഇനി അവർ പറയുന്നത് പുറത്തു പോകാനാണെങ്കിൽ മേ ബി പുറത്തു പോകാം. ഇനി ഇവരതൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം, കുഴപ്പമില്ല. പക്ഷെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. അവരുടെ ഉള്ളിലോട്ട് നിങ്ങൾ കൊടുക്കുന്ന ഓരോ വേർഡ്സും ഇങ്ങനെ എന്താ പറയുക, കല്ലിൽ കൊത്തുന്ന പോലെ തറച്ച് കയറുന്നുണ്ടാവും.
സോ അത് അങ്ങനെ വേണ്ട, അനാവശ്യ സൊല്യൂഷൻസ് ഒന്നും കൊടുക്കണ്ട. ബി വിത്ത് ദം, അവരെ കൂടെ നിൽക്കുക. ഏത് കണ്ടീഷനാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ മക്കളുണ്ട്, ഇവിടെ എൻ്റെ ഉമ്മ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ കൂടെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എൻ്റെ എല്ലാ വളർണബിലിറ്റീസും സഹിക്കാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ എല്ലാം കാണാനും കാക്കാനുമായിട്ട് എനിക്ക് കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇത്രയും ഞാൻ റിക്കവറായിട്ട് വന്നത്. അതേപോലെ ഒരാളെ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അങ്ങനെ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. നിങ്ങൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒട്ടും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുക. ഞാൻ കുറച്ചുകൂടെ ടൈം കൊടുക്കുകയാണെങ്കിൽ, എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഹെൽപ്പ് വേണം എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഹെൽപ്പ് എടുക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.